ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ 2 മാസത്തോളമായിട്ട് മലയാളി കേൾക്കുന്ന ഒരു വാക്കാണ് സിസ്റ്റത്തിൻ്റെ പരാജയമാണ്. അല്ലാതെ സർക്കാരിൻ്റെ പ്രശ്നമല്ല. നമുക്കറിയാം കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു ബിൽഡിംഗ് ഇടിഞ്ഞു വീണ് ഒരു അമ്മ സ്വന്തം മകളുടെ ചികിത്സയ്ക്ക് എത്തിയ ഒരു അമ്മ മരിച്ചു. അന്ന് പറഞ്ഞത് സിസ്റ്റത്തിൻ്റെ പരാജയമാണ്. പുതിയ ഹോസ്പിറ്റൽ സമുച്ചയം തുറന്നു കൊടുക്കാത്തത് സിസ്റ്റത്തിൻ്റെ പരാജയമാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു ഒരു 13കാരൻ സ്കൂൾ വളപ്പിൽ താന്നു കിടന്ന ലൈൻ കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചത്. അന്നും പറഞ്ഞത് സിസ്റ്റത്തിൻ്റെ പരാജയമാണ്. ഈ ഇന്നലെ ആലപ്പുഴ ജില്ലയിൽ ഒരു സ്കൂൾ കെട്ടിടത്തിൻ്റെ മേൽക്കൂര ഇടിഞ്ഞു വീണു. അതിനും വരാൻ പോകുന്ന വിശദീകരണം സിസ്റ്റത്തിൻ്റെ പരാജയമാണ്. ഇന്നലെ തന്നെ ഒരു വിദ്യാർത്ഥി 19കാരൻ, അയാൾ കേറ്ററിംഗ് ജോലിയോടൊപ്പം തന്നെ പഠനവും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു 19കാരൻ പോസ്റ്റ് ഒടിഞ്ഞ് വീണതിൽ നിന്ന് ഷോക്കേറ്റു. ഒരു പോസ്റ്റ് ഒടിഞ്ഞു കഴിഞ്ഞാൽ ലൈൻ ഓഫ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം KSEBിക്കാണ്. അവരത് ചെയ്തില്ല. ആ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു. അത് സിസ്റ്റത്തിൻ്റെ പരാജയമാണ്. പക്ഷേ ഒരു ചോദ്യമുണ്ട്, ഈ സിസ്റ്റത്തെ എല്ലാം ആരാണ് നിയന്ത്രിക്കുന്നത്? കാരണം ഈ സിസ്റ്റം എല്ലാം ഓരോ വകുപ്പിന് കീഴിലുള്ളതാണ്. ഈ സിസ്റ്റം എന്ന് പറയുന്നത് ഓരോ വകുപ്പിന് കീഴിലുള്ള സിസ്റ്റങ്ങളാണ്. ഈ സിസ്റ്റത്തിനെല്ലാം മുകളിൽ ഒരു മന്ത്രിയുണ്ട്. അതായത് ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ട ജനപ്രതിനിധികൾ. അവരാണ് ഇതിൻ്റെ എല്ലാം മുകളിലുള്ള അധികാരി. അവർക്കതിനെ നിയന്ത്രിക്കുവാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് എന്ത് നാണക്കേടാണ്. ആഴ്ചയ്ക്ക് പുതിയ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരാൻ മത്സരിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തെ മന്ത്രിമാർ സ്വന്തം വകുപ്പിന് കീഴിലുള്ള സിസ്റ്റത്തെ നിയന്ത്രിക്കുവാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് അവരുടെ തന്നെ പരാജയമാണ്. അത് അവരെ പറയാതെ തന്നെ പറഞ്ഞ് ജനങ്ങളോട് സമ്മതിക്കുകയാണ് ചെയ്യുന്നത്, ഞങ്ങൾ പരാജയപ്പെട്ടവരാണ് എന്ന്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് ഈ സംസ്ഥാനത്തെ ബ്യൂറോക്രസിയെ നേരെ നിർത്തുവാൻ സാധിക്കുന്നില്ല? അതിന് ഏറ്റവും വലിയ ശല്യമായി നിൽക്കുന്നത് ഈ സംസ്ഥാനത്തെ ട്രേഡ് യൂണിയനുകളാണ്. കാരണം ഒരു കുറ്റാരോപിതനായിട്ടുള്ള ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടി സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് സർക്കാർ തീരുമാനിച്ചാൽ, ജനങ്ങളിൽ നിന്ന് പ്രഷർ വന്ന് സർക്കാർ തീരുമാനിച്ചാൽ അടുത്ത ദിവസം തന്നെ കൊടിയും പിടിച്ചിറങ്ങും ട്രേഡ് യൂണിയനുകൾ. അതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് CITU എന്ന സംഘടനയുടെ വിവിധ ശാഖകളായി പ്രവർത്തിക്കുന്ന എംപ്ലോയീസ് യൂണിയനുകളാണ്. ആ CITU ആരുടെ നിയന്ത്രണത്തിലാണുള്ളത്? ഈ സംസ്ഥാനം ഭരിക്കുന്ന LDF എന്ന മുന്നണിയുടെ മുഖ്യ കക്ഷിയായിട്ടുള്ള CPIMൻ്റെ കീഴിലുള്ള ട്രേഡ് യൂണിയനാണ്. അങ്ങനെയുള്ളപ്പോൾ ഈ സിസ്റ്റത്തിനെയൊക്കെ നിയന്ത്രിക്കുന്നത് CITU ആണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടി തലത്തിൽ പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾക്ക് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ തന്നെ പല ഉദ്യോഗസ്ഥരും, അതായത് തൊഴിൽ ചെയ്യാതെ ശമ്പളം മേടിക്കുന്ന പല ഉദ്യോഗസ്ഥരും ഒന്ന് ഭയക്കും. കാരണം നാളെ ഞങ്ങളെ സംരക്ഷിക്കാൻ ഈ തൊഴിലാളി യൂണിയൻ കാണില്ല എന്നുള്ള ഭയം അവർക്കുണ്ടാവും. പക്ഷെ അതിനൊന്നും നമ്മളെ ഭരിക്കുന്നവർക്ക് താല്പര്യമില്ല. കാരണം അവർ ഭരണത്തോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ അതിൻ്റെ എല്ലാം ഭവിഷ്യത്തുകളാണ് ഇന്ന് കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ വീടിനടുത്ത് ചെങ്ങളം റൂട്ടിൽ ആമ്പക്കുഴിയിൽ ഒരു പാലമുണ്ട്. ആ പാലം കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് ഞാൻ കാണുന്നതാണ്. പാലം അപകടാവസ്ഥയിൽ. അപ്പുറം ഇപ്പുറം 2 ബോർഡ് ചെയ്യുന്നു, വാഹനങ്ങൾ പോകരുത്, അങ്ങനെ പറഞ്ഞ ഒരു ബോർഡ്. ആ ബോർഡ് വെച്ചിട്ട് ഇപ്പോൾ 2 കൊല്ലത്തോളം ആകാറായിട്ടുണ്ട്. അല്ലെങ്കിൽ 1.5-2 കൊല്ലത്തോളമായിട്ട് ഞാൻ കാണുന്നതാണ്. അതിന് മുന്നേ വെച്ചിട്ടുള്ളതായിരിക്കും. എന്നിട്ടും ഗതികേട് കൊണ്ട് ആളുകൾ 2 വീലറുമായിട്ട് അതിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ കിലോമീറ്ററുകൾ ചുറ്റിക്കറങ്ങി വേണം അവർക്ക് മെയിൻ റോഡിൽ വരാൻ. ആ പാലം ഒന്ന് പൊളിച്ച് പുതിയൊരു പാലം പണിയാണ്ട് ഇതുവരെ അവർക്ക് സാധിച്ചിട്ടില്ല. അടുത്ത ദിവസം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം പറ്റുമെങ്കിൽ. ഇനിയിപ്പോൾ ഇവരത് പൊളിച്ച് പണിയും. ഒരു മിഥുനോ ഒരു ബിന്ദുവോ അങ്ങനെ ആരെങ്കിലുമൊക്കെ അവിടെയും ഉണ്ടാവും. അതായത് ആ പാലം ഏത് നിമിഷവും തകർന്നു വീഴും. അന്ന് ആ പാലവും അവർ പൊളിച്ച് പണിയും, അല്ലെങ്കിൽ പൊളിച്ച് കളയും. ഒരു മരണം സംഭവിച്ചാൽ ഈ സംസ്ഥാനത്ത് പുതിയൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരങ്ങൾ ഉണ്ടാകത്തുള്ളൂ. അതായത് ഒരു പ്രദേശത്ത് എന്തെങ്കിലും വിഷയം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം കാണണമെങ്കിൽ ഒരു മനുഷ്യൻ മരിക്കണം. അല്ലാതെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ചലിക്കില്ല. അതാണ് ഇന്ന് ഈ സംസ്ഥാനത്തിൻ്റെ അവസ്ഥ. അപ്പോൾ സിസ്റ്റമാണോ പരാജയം അതോ ഭരിക്കുന്നവരാണോ പരാജയം? അതാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്ന ചോദ്യം.